വസന്തവും വർണ്ണങ്ങളും പീലി വിടർത്തും. മധ്യ തിരുവിതാംകൂർ പുഷ്പമേളയ്ക്ക് 9-ന് തുടക്കം. നമസ്കാരം, ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. ചരിത്രവും സംസ്കാരവും പാരമ്പര്യവും കലാരൂപങ്ങളും സംഗമിക്കുന്ന മധ്യ തിരുവിതാംകൂർ പുഷ്പമേള ജനുവരി 9 മുതൽ 19 വരെ കോഴഞ്ചേരി പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നടക്കും. മാരാമൺ ചെറുകോൽപ്പുഴ കൺവെൻഷനുകളും ഉത്രട്ടാതി ജലോത്സവം അടക്കം 10,000 എത്തുന്ന നാട്ടിൽ ആയിരങ്ങളെ ആകർഷിക്കുന്ന മറ്റൊരു മഹോത്സവമാണ് പുഷ്പമേള. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രൗഢമായ നദീതട നാഗരികതയുടെ നാടാണ് കോഴഞ്ചേരി. വിദേശികൾ വരെ എത്തിയിരുന്ന വാണിജ്യ കേന്ദ്രം. സാഹിത്യവും സംസ്കാരവും കലയും ആത്മീയതയും പരസ്പരം കോർത്തിണക്കിയ പൈതൃകമാണ് നാടിൻ്റെ സവിശേഷത. ഇത്രയധികം ഗോത്ര സംസ്കൃതി നിലനിൽക്കുന്ന മറ്റൊരു നദീതീരമില്ലെന്ന് തന്നെ പറയാം. അങ്ങനെ ഭൂതവും വർത്തമാനവും സമ്പന്നമായ കോഴഞ്ചേരിയിൽ പതിറ്റാണ്ടുകളായി നടന്നുവരുന്ന കാർഷിക മേളയും പുഷ്പഫല പ്രദർശനവും ജനുവരി 9 മുതൽ 19 വരെയുള്ള 10 നാളുകളിലായി നടക്കും. തിരുവിതാംകൂർ പുഷ്പമേള ജനുവരി 9 മുതൽ 19 വരെ തുടങ്ങിയാണ്. അത് കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തും സെൻട്രൽ ട്രാവൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ, കോഴഞ്ചേരി അഗതികോട്ടി, പിന്നെ കേന്ദ്ര വിജ്ഞാന കേന്ദ്രം, സെൻറ് തോമസ് കോളേജിന്, അങ്ങനെ സമീപത്തുള്ള പഞ്ചായത്തുകൾ എല്ലാം ഒന്നിച്ചു ചേർന്ന ഒരു പുഷ്പമേളയാണ്. കഴിഞ്ഞ വർഷത്തെ മാതിരി തന്നെ എല്ലാ കാര്യങ്ങളും അതേ സെയിമാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ വർക്ക് നല്ല രീതിയിലാണ് നടന്നത്. ഈ പ്രാവശ്യം അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ഇപ്പോൾ അതിൻ്റെ പന്തിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഊട്ടി മോഡൽ പുഷ്പമേള, അമ്യൂസ്മെന്റ് പാർക്ക്, കന്നുകാലി പ്രദർശനം, ഡോഗ് ഷോ, സെമിനാറുകൾ, കലാസന്ധ്യകൾ, വിവിധതരം സ്റ്റാളുകൾ, ഫുഡ് കോർട്ട് തുടങ്ങി ആരെയും ആകർഷിക്കുന്ന സംവിധാനങ്ങളാണ് മേളയിൽ ഒരുക്കിയിട്ടുള്ളത്. 8-ന് വൈകിട്ട് 4-ന് നടക്കുന്ന ഇരുചക്രവാഹന വിളംബര റാലിയോടെയാണ് പരിപാടികൾ ആരംഭിക്കുക എന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി ഫിലിപ്പ്, ജനറൽ കൺവീനർമാരായ പ്രസാദ് ആനന്ദഭവൻ, ബിജിലി പി ഈശോ, ശ്രീകുമാർ ഇരപ്പക്കാട്, പുഷ്പ ജോർജ്, ബാലകൃഷ്ണൻ നായർ, സാംകുട്ടി ചെറുകര, പാലായിക്കാമണ്ണിൽ തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴഞ്ചേരി.